അപ്പോൾ ഇന്നത്തെ അത്തപ്പൂക്കളം കണ്ടാലോ? രാവിലെ തന്നെ ഞാൻ മുറ്റമൊക്കെ തൂത്ത് കുളിച്ച് വന്നിട്ടുണ്ടേ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. ചാണകം തെളിച്ചത് അത്രയും ഒലിച്ചു പോയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്ത് അത്തത്തിൻ്റെ അന്ന് തളിച്ചതാണ്. സാധാരണ എല്ലാ ദിവസവും തളിച്ചിട്ട് വേണം അത്തം ഇടാൻ എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ നമുക്ക് ചാണകം കിട്ടാൻ ഭയങ്കര പാടായതുകൊണ്ട് അന്ന് തെളിച്ചതാണ്. പിന്നെ ഇനി തിരുവോണത്തിന് വേണം തളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്യാവശ്യം പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടേ. ഇത് അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെല്ലാം കൂടെ വന്ന് ഇവിടെ കളിയാണ് വൈകുന്നേരമൊക്കെ. അപ്പോൾ അവരിങ്ങനെ ബസ്സിൻ്റെ പേരാന്നൊക്കെ പറഞ്ഞ് കെട്ടി തൂക്കിയിട്ടതാണ്. പരിസരത്തുള്ള അത്യാവശ്യം പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ശ്രീകുട്ടൻ വന്നു. ശ്രീകുട്ടൻ ഞാനും കൂടെ ഞങ്ങളുടെ വരുന്ന വഴിക്ക് കുറച്ച് കാട്ടിലൊക്കെ നിൽക്കുന്ന ഈ ടൈപ്പ് ചെടികളുണ്ട്, അതിൻ്റെ ഇലയൊക്കെ പറിച്ചെടുക്കും കേട്ടോ. ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല കളർ കിട്ടുമെന്ന് കരുതി അങ്ങനെ പൂക്കളൊക്കെ എടുത്ത് അത്തവിടാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഴ ചാറി തുടങ്ങി. ആ സമയത്ത് അച്ഛനും കൂടെ വന്നിട്ടുണ്ട് പത്രം ഇട്ടിട്ട്. അപ്പോൾ അച്ഛനും ഇങ്ങനെ പറയാം, മഴ പെയ്യുന്നുണ്ട്, എടുത്ത് മാറ്റിക്കോ എന്നൊക്കെ. അങ്ങനെ പൂക്കളൊക്കെ പറിച്ച് ഞാൻ ഒരുമാതിരി ഇതളാക്കി വെക്കുന്ന സമയത്ത് മഴ അത്യാവശ്യം തോന്നുന്നുണ്ട്. ആ സമയത്ത് ഞാൻ മുറ്റത്തിറങ്ങി പൂക്കളം ഇടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അല്ലാതെ ഞാൻ കുറച്ച് പൂക്കളൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കത്രിക വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് പൂക്കളം ഉണ്ടായോണ്ടേ ഇപ്പോൾ മഴയായോണ്ടെന്ന് അറിയത്തില്ല, പൂക്കളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പം കുറച്ചൊക്കെ പൂക്കളൊക്കെ ഇട്ട് അത്യാവശ്യം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ലാസ്റ്റ് ലുക്ക് നമ്മുടെ അത്തത്തിൻ്റെ.